നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലകളിലൊന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂവുമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അതുവഴി നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഈ സ്ക്രീനിന്റെ അടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അഡൾട്ടിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 30 രൂപയും സീനിയർ സിറ്റിസന് 50 രൂപയുമാണ്. പിന്നെ ഒരു ബസ് ഉണ്ട് ഇവിടെ. നമുക്ക് നടക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ബസ്സിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പൊ നമ്മൾ ബസ്സിന്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല, നമ്മൾ നടന്നു പോയി കാണാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ കാണാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല പുൽത്തകിടികളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാട്ടർ ബോഡീസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് ആമ്പലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഭക്ഷണശാല കാണാം. അപ്പോൾ അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അകത്തേക്ക് കയറാവുന്നതാണ്. ഭയങ്കര വെയിലാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് നടന്നു വേണം അകത്തേക്ക് പോകാനായിട്ട്. നമ്മൾ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേനും ഒരു ബസ് വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിന്റെ ടിക്കറ്റ് എടുത്തിരുന്നുവെങ്കിൽ ഈ ബസ്സിൽ കയറി പോകായിരുന്നു. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആ സ്ക്രീനിന്റെ അടുത്ത് വന്നപ്പം അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുന്നതാണ് ബെറ്റർ. ഈ ബസ്സിന് പ്രിഫർ ചെയ്യുന്നത് വയസ്സായവർക്കും പിന്നെ വയ്യാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. നടന്നു പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ബസ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. പിന്നെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാമല്ലോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ അനിമലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മീൻ മുതലാണ് ഇവിടെ ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ആവാസ വ്യവസ്ഥയൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഇവർ കിടക്കുന്നത്. പിന്നെ ഒരു വലിയ റൂമുണ്ട്, ഒരു പ്ലാറ്റ്ഫോം എന്നും പറയാം. അതിൻ്റെ അകത്ത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഈ അനിമൽസിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മയിലിനെയും നാട്ടുതത്തെയും ഇട്ടിരിക്കുന്ന ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർക്കൊരു വലിയ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 350 ഏക്കറോളം വരുന്ന ഈ ഒരു പാർക്കിൽ 23 ആവാസ വ്യവസ്ഥകളിലായിട്ടാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇട്ടിരിക്കുന്നത്. സാധാരണ ഒരു ട്രഡീഷണൽ സൂ എന്ന കൺസെപ്റ്റിനേക്കാളും ഇവിടെ ഒരു ഓപ്പൺ സൂ എന്ന കൺസെപ്റ്റിലാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ ഇവർക്ക് ഇവിടെ ജീവിക്കാനും പറ്റും. നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ കൂട്ടിലടച്ചിട്ടിരിക്കുന്ന മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ സന്തോഷം നമുക്ക് ഇങ്ങനെ ഓപ്പൺ സൂവിൽ കിട്ടും. കാരണം അത്രയധികം വലിയൊരു ഏരിയയിലല്ലേ അവർ നിൽക്കുന്നത്. നെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് യഥേഷ്ടം പോകാനും വരാനും ഒക്കെ സ്ഥലങ്ങളും, പക്ഷികളാണെങ്കിൽ അത്രയധികം ദൂരം പറക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഒരുപാട് മയിലുകളുണ്ട്. ആൺമയിലും ഉണ്ട്, പെൺമയിലും ഉണ്ട്. ആൺമയിലുകളെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. 3-4 ആൺമയിലുണ്ട്. നിറയെ പീലികളൊക്കെ ആയിട്ട് മരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പീലി താഴോട്ട് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ തത്തമ്മയുണ്ട്. 2-3 എണ്ണത്തിനെ കണ്ടെങ്കിലും പക്ഷെ അവരെ വീഡിയോയിലാക്കാനൊന്നും പറ്റിയില്ല. അവർ സ്പീഡിൽ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സൂ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനറായ ജോൺ കോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓരോ കൂടിന്റെയും ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഓരോ ഏരിയയുടെയും ഫ്രണ്ടിൽ അതിൻ്റെ അകത്ത് ഏത് ആനിമലാണ്, ഏത് ബേർഡ്സ് ആണ് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അവർ ഏത് ഫോറസ്റ്റിലാണ് കാണപ്പെടുന്നത്, അവരുടെ വെയിറ്റ്, ലെങ്ത്, ലൈഫ് സ്പാൻ, ഫുഡ് ഹാബിറ്റ്, ഇൻക്യുബേഷൻ പീരീഡ് അതെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മലയണ്ണാനും പിന്നെ ഒരു വെറൈറ്റി മങ്കീസിനെയും ഇട്ടിരിക്കുന്ന ഒരു കൂട്ടിലേക്കാണ്. മലയണ്ണാനെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, സൂവിലും അല്ലെങ്കിൽ കാട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി കാണാൻ പോകുന്ന ആനിമൽ, അതായത് ഈ മങ്കി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി മങ്കിയാണ്. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ 2-3 സൂവിൽ പോയിട്ടുണ്ട്, അവിടെ ഒന്നും ഞാനിത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ഇവർ ഭയങ്കര ഒരു വെറൈറ്റി ആനിമലാണ്. ഇവര് കുറച്ച് ഷൈ ആണെന്ന് തോന്നുന്നു. അങ്ങ് അകത്തായിട്ടാണ് ഇരുന്നത്. പക്ഷെ ഇവരെ നോക്കുന്ന ഈ ഒരു സൂവിലുള്ള ചേട്ടനില്ലേ, ആ പുള്ളി വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവനെങ്ങനെ അടുത്ത് വിളിക്കുകയാണ്. ഇങ്ങനെ കൈയിട്ട് കൊടുത്തിട്ട് അവനെ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ നോക്കിയത്, സാധാരണ മങ്കിയുടെ ഫേസ് തന്നെയാണ്, പക്ഷെ ഭയങ്കര ചെറുതാണ്. നമ്മളിങ്ങനെ പാവക്കുട്ടികളിലൊക്കെ കാണുന്ന ഒരു കുഞ്ഞു മുഖമില്ലേ, അതുപോലത്തെ ഒരു മുഖവും മങ്കി തന്നെയാണ്. പക്ഷെ മലയണ്ണാന്റെ കളറൊക്കെയാണ് ഇവനുള്ളത്. മലയണ്ണാന്റെ പോലത്തെ ആ ഒരു ബ്ലാക്കും ബ്രൗണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറും പിന്നെ അതേപോലത്തെ ചെറിയ പൂടകളും ഒക്കെ ആയിട്ട് ഒരു മങ്കി. ഭയങ്കര ഭംഗിയുണ്ട് അവനെ കാണാനായിട്ട്. അവനങ്ങ് ഉള്ളിലിരുന്നാണ്, ഈ ചേട്ടന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റിയത്. നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. സൂവിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. കുറച്ചധികം നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഒന്നുകിൽ 9 മണിക്ക് വന്ന് ഒരു 12 മണിയോട് കൂടി കണ്ട് അവസാനിപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 മണിയോട് കൂടിയെങ്കിലും എത്താൻ ശ്രമിക്കണം. നട്ടുച്ച ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് വൈറ്റ് പെലിക്കൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ അടുത്തേക്കാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ പെലിക്കനുകൾ മയിലിനെ പോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. പ്രധാനമായിട്ടും ഇളം നിറങ്ങളിലാണ് ഇവർ കാണപ്പെടുന്നത്. വൈറ്റ് അല്ലെങ്കിൽ ഇളം പിങ്ക് നിറങ്ങളിൽ
സ്ഥലങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. പെലിക്കനുകളും പക്ഷിവർഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ജീവികൾ തന്നെയാണ്. കാരണം ഇവർ വളരെ ഉയരത്തിൽ പറക്കുകയും പിന്നെ നീന്തുകയും ചെയ്യും. നീണ്ട കൊക്കുകളും പിന്നെ ഇരയെ പിടിച്ചിട്ട് വിഴുങ്ങുന്നതിന് മുമ്പ് വെള്ളം വാർത്തിക്കളയാൻ പാകത്തിന് കഴുത്തിന് തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ സഞ്ചിയും ഇവർക്കുണ്ട്. ഇവർക്ക് ഇണ ചേരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ചുണ്ടുകളും സഞ്ചികളും മുഖത്തെ തൊലിയും ഒക്കെ നിറം ഭയങ്കരമായിട്ട് കൂടി വരും. ഇവർ മെയിനായിട്ട് കാണപ്പെടുന്നത് തെക്ക് കിഴക്കേ യൂറോപ്പ്, പിന്നെ ഏഷ്യ, ആഫ്രിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ചതുപ്പ് സ്ഥലങ്ങളിലും ചെറിയ തടാകങ്ങളിലും ഒക്കെയാണ് പെലിക്കനുകളെ മെയിനായിട്ട് കാണുന്നത്. ഭയങ്കര വെയിലായിട്ട് പോലും ഞാൻ ഈ പെലിക്കനുകളെ കാണാൻ കുറേ നേരം ഇവിടെ നിന്നു. കാരണം ഭയങ്കര രസമാണ് കാണാനായിട്ട്, ഭയങ്കര ഹാപ്പിനെസ് തോന്നും നമുക്ക്. ഇവരുടെ വലിയ ചുണ്ടുകളും ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി പോയിട്ട് മീൻ പിടിക്കുന്നതും പിന്നെ ആ മീൻ അകത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ വെള്ളത്തിൽ കുറേ നേരം ഇവരിങ്ങനെ നീന്തുന്നത് കാണാനും ഒക്കെ രസമാണ്. കുറച്ച് താറാവുകൾ ഇങ്ങനെ വെള്ളത്തിൽ നീന്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം നോക്കി നിൽക്കാൻ തോന്നില്ലേ? അതിനേക്കാളും ഭംഗിയുള്ള ഒരു ജീവിയാണ് പെലിക്കൻ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. കുറേ കുട്ടികളും ഒക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ട്രഡീഷണൽ സൂവിന്റെ സെറ്റപ്പിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവര് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കിടക്കുന്നത് പോലെ തോന്നും. അത് തന്നെയാണ് ഈ ഒരു ഓപ്പൺ സൂവിന്റെ പ്രത്യേകതയും. 23-ലധികം ആവാസ വ്യവസ്ഥകളിലായിട്ട് ഏകദേശം 350-ലധികം ജീവികൾ ഇവിടെ ഉണ്ട് എന്നാണ് പത്രങ്ങളിലും അല്ലെങ്കിൽ ഈ ഒരു സൂ അധികൃതരും ഒക്കെ പറയുന്നതായിട്ട് കേട്ടത്. പക്ഷെ നമ്മളിവിടെ വരുമ്പം അത്രയധികം പക്ഷികളും ആനിമൽസിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവര് ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ഇതിന്റെ ഒരു ഇനാഗുറേഷൻ ചെയ്തത്. നമുക്ക് ഇലക്ഷൻ വരുന്നു, അതിന് മുമ്പേ ഇത് ഇനാഗുറേഷൻ ചെയ്യണം എന്നുള്ള ഒരു രീതിക്കാണ് ഇവരുടെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. പിന്നെ തൃശ്ശൂർ സൂവിലുള്ള കുറേ ആനിമൽസ് കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കരടികളൊക്കെ, ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അതായത് ഈ ഒരു ഓപ്പൺ സൂവിൽ തന്നെ ഒരു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ക്വാറന്റൈനിലാണ്. കാരണം ഇവർ കുറേ നാളായിട്ട് കൂട്ടിലകപ്പെട്ട് കിടക്കുന്ന ജീവികളായതുകൊണ്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു ഓപ്പൺ സൂവിലേക്ക് തുറന്നു വിടുമ്പം ഇവർ ഒരു അറ്റാക്കിംഗ് പ്രവണത കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ആൾക്കാരങ്ങനെ പേടിക്കാൻ പാടില്ല, ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നൊരു പ്രവണതയിലിട്ട് ഇത് പോകാൻ പാടില്ല. അപ്പം ഭയങ്കര കാമായിട്ട് മാത്രമേ ഇവരെ പുറത്തേക്ക് ഇറക്കത്തുള്ളൂ. അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ജീവികളാണെങ്കിലും ഇത് ബാധകമാണ്. 3 മാസം 4 മാസം ക്വാറന്റൈനിലാക്കി അവരുടെ സ്വഭാവം ഇവർ നിരീക്ഷിച്ചിട്ട് മാത്രമേ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് അവർ തുറന്നു വിടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉള്ളത് തൃശ്ശൂർ സൂവിലുള്ള ആനിമൽസും പിന്നെ കുറച്ച് മാത്രമേ പുറത്തുനിന്ന് കൊണ്ടുവന്നതുള്ളൂ. ഇനിയും ഒരുപാട് ആനിമൽസും പക്ഷികളും ഒക്കെ വരാനുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് സിൽവർ ഫെസന്റ് എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ ഏരിയയിലേക്കാണ്. ഇത് ആക്ച്വലി ഒരു കാട്ടുകോഴിയുടെ വിഭാഗത്തിൽ പെട്ടതാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള കാട്ടുകോഴിയല്ല. ഇത് തെക്ക് കിഴക്കേ ഏഷ്യയിലും ചൈനയിലെ മലനിരകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു കോഴിയാണ്. ഇത് ഭയങ്കര വെള്ളിത്തൂവലുകൾ, ഭയങ്കര നീളമുള്ള വെള്ളിത്തൂവലുകളും പിന്നെ അടിവശത്തായിട്ട് ഇങ്ങനെ കറുത്ത ഡിസൈനും തലയിലും മുഖത്തും ഒക്കെ ആയിട്ട് റെഡും ബ്ലാക്കും കളറിലുള്ള തൂവലുകളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഇവർ ഭയങ്കര ഭംഗിയിലാണ് പറക്കുന്നത്. പക്ഷെ പറക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ ഒരു പക്ഷിയെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കരിങ്കൊക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീ കൊക്ക് എന്നറിയപ്പെടുന്ന ഒരു കൊക്കിന്റെ അടുത്തേക്കാണ്. ഇവരെയും കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിനോട് സാമ്യമുള്ളത് പോലെയാണ് ഇവരുടെ ബോഡി. ഇവരുടെ കഴുത്തിൽ വെള്ളയും താഴേക്ക് കറുപ്പും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രൂപം അല്ലെങ്കിൽ അങ്ങനെ ഒരു കളർ ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് കന്യാസ്ത്രീ കൊക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് കരിങ്കൊക്ക് എന്നാണ് പറയുന്നത്. കേരളത്തിലെ പാടശേഖരങ്ങളിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു കൊക്കാണ് ഈ കന്യാസ്ത്രീ കൊക്ക്. അങ്ങനെ പക്ഷികളെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി മൃഗങ്ങളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കെല്ലാം തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയാണ്. നല്ല ഇന്റർനാഷണൽ ലെവലിലാണ്, അത്രയധികം സ്റ്റാൻഡേർഡിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ മൃഗങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഒരു ദിവസം മൊത്തം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പ് ഇവിടെയുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ബസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം നമ്മൾ ഈ പക്ഷികളുടെ സെക്ഷൻ കണ്ടിറങ്ങുമ്പോൾ തന്നെ ബസ്സിന്റെ പോയിന്റ് ഉണ്ടാവും. ആ ഒരു സ്റ്റോപ്പിൽ വന്ന് നിന്നാൽ അവിടുന്ന് നമുക്ക് ഈ പക്ഷികളെ കണ്ടു കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് ബസ്സിൽ കയറി പോകാം. ഓരോ സ്റ്റോപ്പിലും ഈ ബസ് കൊണ്ടുവന്ന് നിർത്തും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റുകൾ, ഓരോ പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ കാണാൻ പറ്റുന്ന ഓരോ പോയിന്റുകളുണ്ട്. അവിടെ നിന്ന് ബസ് നമുക്ക് കയറി അടുത്ത സെക്ഷനിൽ ഇറങ്ങാം. അപ്പം പിന്നെ വേറെ ബസ്സായിരിക്കും വരുന്നത്. കുറേ ബസ്സുകൾ ഈ സൂവിൽ ഫുള്ളായിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന ബസ്സുകൾ നമുക്ക് കയറാം. പക്ഷെ ടിക്കറ്റ് ഉണ്ടാവണം, ടിക്കറ്റ് ഇല്ലാതെ കയറരുത്. അപ്പം അങ്ങനെ ഒരു ബസ്സാണ് ഇപ്പോൾ പോകുന്നത്. ഇനി നമുക്ക് നേരെ പോകുന്നത് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് കൻഹാ സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. ഒരുപാട് നടക്കാനും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെപ്പ് കയറാനും ഉണ്ട്. അപ്പോൾ വയസ്സായവരെയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ബസ്സിനാണ് വരുന്നുണ്ടെങ്കിൽ പോലും ഓരോ പോയിന്റിൽ ഇറങ്ങിയിട്ട് പിന്നെയും നമ്മൾ അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. പിന്നെ വൈകുന്നേരമോ രാവിലെയോ വരുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു മഴക്കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഭയങ്കര സുഖമായിട്ട് പോകാൻ പറ്റും. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് നന്നായിട്ട് വെയിലടിക്കും. ഈ ഒരു കൻഹാ സോണിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മാൻ
മാനുകളാണ്. അത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മാനുകളാണ്. സ്പോട്ടഡ് ഡിയർ ഉണ്ട്, പിന്നെ പന്നിമാനുണ്ട്, കലമാനുണ്ട്. അങ്ങനെയുള്ള 3 ടൈപ്പ് മാനുകളാണ് ഇവിടെ ഉള്ളത്. കുറേ മാനുകളുണ്ട്. അവരെയും ഇതുപോലെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കിടക്കുന്ന പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയ്ക്കായിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര ചൂടുണ്ടാവില്ല. പിന്നെ കുറേ മരങ്ങൾ ഇവർ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ മരത്തിൻ്റെ ഇടയിലൊക്കെ പോയി നിൽക്കാം. പിന്നെ വെള്ളം ആവശ്യത്തിന് ഇവർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ചൂട് മൃഗങ്ങൾക്ക് എടുക്കത്തില്ല. പക്ഷെ നമ്മൾ ഇത്രയും ചൂട് കൊണ്ട് വേണം ഇവർ വന്ന് കാണാനായിട്ട്. കുറച്ച് പേര് കൊടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വെയിലിൽ നിന്നും കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ നമ്മൾ എല്ലാ വെയിലും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ കൊണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പകൽ സമയത്തൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ കുട എന്തായാലും കൈ കരുതിക്കോളൂ. ഇനി എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്. ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ കുറച്ചധികം നടക്കുമ്പോഴേക്ക് തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ഫുഡ് കോർട്ടുകളും പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. പിന്നെ നമുക്ക് ബോട്ടിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വാങ്ങിക്കാം. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കാതെ വേസ്റ്റ് ബിന്നുകളിൽ തന്നെ ഇടുക. ഓരോ സ്പോട്ടിലും വേസ്റ്റ് ബിന്നുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാനും ബസ് ഉണ്ട്. നമുക്ക് ആദ്യം പക്ഷികളുടെ അവിടെ നിന്ന് ബസ്സിൽ കയറിയാൽ പിന്നെ വരുന്നത് മാനിൻ്റെ അടുത്തേക്കാണ്. അവിടെ വന്നിറങ്ങി കാഴ്ചകൾ കണ്ടിട്ട് പിന്നെയും ബസ്സിൽ കയറുക. ആ ബസ് പിന്നെ വരുന്നത് ഈ സൈലന്റ് വാലി എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. അവിടെ വന്നിറങ്ങിയിട്ട് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ കഴിച്ചിട്ട് വീണ്ടും നമുക്ക് സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്കിനി സൈലന്റ് വാലിയിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ സൈലന്റ് വാലിയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കയറുന്നത്. പക്ഷികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ ചുറ്റിലും കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു കാട്ടിലേക്ക് കയറി ഒരു പ്രതീതി തോന്നുകയും ചെയ്യും. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു 300 മീറ്ററോളം നമുക്ക് നടന്നിട്ട് വേണം അടുത്ത ആനിമലിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ആനിമലിന്റെ അടുത്തും അല്ലെങ്കിൽ ഓരോ പക്ഷികളുടെ അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഇത്രയധികം ദൂരം നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ ഉണ്ടാവും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരൊരു വലിയ ആവാസ വ്യവസ്ഥയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ 350 ഏക്കറിൽ ആകെയുള്ളത് 23 ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ ആ 23 എണ്ണവും അത്രയധികം വലുതായിരിക്കും. അപ്പോൾ ഓരോ സ്ഥലവും നമ്മൾ ഇതേപോലെ നടന്നു വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുരങ്ങന്മാരെയാണ്. നമ്മുടെ സാധാരണ കാട്ടിലൊക്കെ കാണുന്ന കുരങ്ങന്മാരെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പം 2 അമ്മക്കുരങ്ങനെ കണ്ടോ. 2 അമ്മക്കുരങ്ങിന്റെ കയ്യിൽ 2 കുഞ്ഞു കുരങ്ങുകൾ ഇരിക്കുകയാണ്. പിന്നെ അവന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര രസമാണ് കുരങ്ങന്മാരെ കാണാൻ. അപ്പൊ നമ്മൾ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞത് ഇനി പോകുന്നത് പുലിയും കടുവയൊക്കെ കാണാനാണ്. ഏതൊരു മൃഗശാലയുടെയും പ്രധാന അട്രാക്ഷൻസ് അവരാണെന്ന് തന്നെ പറയാം. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് പോകുന്നത്. സാധാരണ കൂട്ടിക്കിടക്കുന്ന ആനിമൽസിനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഓപ്പൺ സൂലാകുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റുമോ, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പുലിയെ കാണാനുള്ള ആ ഒരു ഏരിയയിലേക്ക് വന്നു. പക്ഷെ പുലിസാറിനെ നമ്മളിവിടെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. കൊട്ട വെയിലാണ്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു മൂലയിൽ കിടന്ന് ഉറങ്ങാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വെച്ചിരിക്കുന്ന ഗ്ലാസ്, അത് വലിയ ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര അഴുക്കാണ്. എന്തൊക്കെയോ പറ്റിയിരിപ്പുണ്ട്. ഇത് ഒരു പുതിയ സൂ അല്ലേ. അപ്പം ഇത്രയധികം എന്തുകൊണ്ടാണ് ഗ്ലാസ്സിൽ ഇങ്ങനെ അഴുക്ക് വന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് ക്യാമറ വെച്ചാൽ തന്നെയും ആ അഴുക്ക് ക്യാമറയിൽ കിട്ടും. നമുക്ക് നേരിട്ട് കാണാനാണെങ്കിലും ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അതൊന്ന് സൂ അധികൃതർ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതൊന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് പുലിയെ കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ നമുക്കിങ്ങനെ ദൂരെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിന്റെ മേളിൽ, ഒരു തിട്ടയുടെ മേളിൽ പുലി കിടക്കുന്നതായിട്ട് കാണിച്ചു തന്നു. പക്ഷെ അതൊരു വര പോലെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നിരാശനായി അടുത്ത കടുവയിലേക്ക് അടുത്ത പ്രതീക്ഷ കൊടുത്തിട്ട് നടക്കുകയാണ്.
ഇവിടെ 2 കടുവകളാണുള്ളത്. അപ്പോൾ 2 പേരെയും 2 സെക്ഷനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ കടുവയ്ക്കും ഭയങ്കര വലിയൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കടുവകൾ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് ജീവിക്കുന്ന മൃഗങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്കൊരു വലിയ ഏരിയ തന്നെ വേണം. ഒരു 6-7 കിലോമീറ്ററോളം ഇവരുടെ ടെറിട്ടറിയിൽ വെച്ചിട്ടാണ് ഇവർ ഈ കാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ അത്രയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഒരു വലിയ ഏരിയ ഇവർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അടി കൂടും. അപ്പോൾ ഇവർക്കൊരു വലിയ ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കടുവകളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ട്, അപ്പുറത്തെ സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ 2 സ്ഥലത്ത് വന്നിട്ടും 2 ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പക്ഷെ അയാളുടെ തലയുടെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന സമയം 2 മണിയായി. ഭയങ്കര വെയിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വെയിലല്ലേ. അവരിങ്ങനെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അത്രയും ചൂട് അവർക്ക് അടിക്കും. അപ്പോൾ അവര് ഇങ്ങനെ ഒരു ഷെൽട്ടർ നോക്കി പോയി കിടക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ കടുവയാണെങ്കിലും കിടന്ന് ഉറങ്ങുകയാണ്. അവന്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഇടയ്ക്ക് ഇവരൊന്ന് ഉണരും, ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കും, എന്നിട്ട് പിന്നെയും വന്ന് കിടക്കും. ഇതാണ് അവസ്ഥ. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം കാത്തിരുന്നിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പറ്റിയത്. വെള്ളത്തിൽ കിടക്കുന്ന കടുവ 2ാമത്തെ കടുവയാണ്. ആദ്യത്തെ കടുവയെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഇത് 2ാമത്തത് അവിടെ നിന്ന് പതുക്കെ എണീറ്റ് വന്നിട്ട് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി. ആ ഷോട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ്റെ ഓരോ ചലനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. അവൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലിരുന്നു, ചെറുതായിട്ട് ദേഹമൊക്കെ ഒന്ന് അനക്കി, പിന്നെയും ഒന്ന് കിടന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ലുക്ക് ഒരേ സ്ഥലത്തോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ കടുവേനെ ഇവന് ഗ്രില്ലിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇവൻ്റെ ഒരു ടെറിട്ടറിയിലാണല്ലോ ആ കടുവ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ കുറേ നേരം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഇവൻ പതുക്കെ ഇവിടെ നിന്ന് എണീറ്റിട്ടത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ബാക്കി കാഴ്ചകൾ കാണാം.
ഏകദേശം 2 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ കടുവയുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയത്. എന്തായാലും ഭയങ്കര സന്തോഷമായി. കാണാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. കാരണം പുലി കിടന്നുറങ്ങുന്നത് മാത്രമല്ലേ കണ്ടോളൂ. എന്തായാലും കുറേ നേരം കാത്തിരുന്നെങ്കിലും ഇവരെ കാണാൻ പറ്റി. പക്ഷേ പുലി പിന്നെയും കണ്ടില്ല. ഞാൻ കുറേ ദൂരം പിന്നെയും പോയി നോക്കി, തിരിച്ചു പോയി നോക്കി. പക്ഷേ എന്നിട്ടും പുലി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് കാട്ടുപോത്തുകളാണ്. 3 കാട്ടുപോത്തുകളുണ്ട്. അപ്പം അവരിങ്ങനെ നിന്ന് പുല്ല് കഴിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഏരിയയും കൂടെ കവർ ചെയ്യാനുള്ളൂ. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളമൊക്കെ വേണമെങ്കിൽ കുടിക്കാം. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോകേണ്ടത് എമു ആൻഡ് ഓസ്ട്രിച്ചിനെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് യമുനയും ഓസ്ട്രിച്ചിനെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ അവസാനത്തെ ഒരു ആനിമലിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഇനിയും കുറേ ആനിമലും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ടിക്കറ്റ് റേറ്റ് 100 രൂപയാണ്. അപ്പം 100 രൂപയുടെ കാഴ്ചകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. ഒരു 70 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 70 രൂപയ്ക്ക് കുഴപ്പമില്ല. ബസ്സിൻ്റെ ചാർജും കുറച്ചിട്ടുണ്ട്, 30 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് തോന്നിയിട്ടാണ്, അവരത് അക്നോളജ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവർ കുറേ ആനിമൽസിന് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു 2 വർഷത്തിനുള്ളിൽ ചിലപ്പം ഈ ഒരു സൂ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫ്ലെജ്ഡ് ആകുമായിരിക്കും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റോ കുറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു സൂ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സൂ എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്, എല്ലാ ദിവസവും വർക്കിംഗ് അല്ല. മൺഡേ ഈ സൂ അവധിയാണ്. അതുകൊണ്ട് മൺഡേ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വർക്കിംഗ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഇവിടുത്തെ ജീവനക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര അരഗൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ജീവനക്കാർ തന്നെയായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും, ഇപ്പോൾ തൃശ്ശൂർ സൂവിൽ ഉള്ള ആനിമൽസിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് ഒരാളോട് ചോദിച്ചപ്പോഴാണ് ഈ കരടിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഇങ്ങനെ അത് ക്വാറന്റൈനിലാണ്, കരടീനെ കൊണ്ടുവരും, അതിൻ്റെ ഒരു ബിഹേവിയർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഒരുപാട് ജീവനക്കാർ പറഞ്ഞതും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ ഉള്ള ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഓരോ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുലിയൊക്കെ ആണെങ്കിലും കിടക്കുന്ന സ്ഥലം നമുക്കറിയാൻ കൂടി പറ്റില്ല. അത്രയധികം ഏരിയ ഉള്ളത് കൊണ്ട് നമുക്കറിയാനേ പറ്റിയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനാണ് നമുക്കത് കാണിച്ചു തന്നത്. അപ്പോൾ അവരുടെ ഒരു എഫേർട്ടിനെ നമുക്ക് കൈയടിക്കേണ്ടിയിരിക്കുന്നു. അത്രയധികം നന്നായിട്ടാണ് അവരുടെ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിനുള്ള ടിക്കറ്റ് എടുത്തില്ലെങ്കിലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ ബസ്സിൽ കയറാൻ പറ്റും. അതും ഒരു ജീവനക്കാരൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം തിരികെ നടക്കണ്ടേ, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇല്ലതാനും. അപ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്ന സമയത്താണ് ഒരു പുള്ളി പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, നിങ്ങൾക്ക് തിരിച്ച് ബസ്സിൽ കയറി പോകാൻ. അങ്ങനെ എല്ലാവരും തിരിച്ച് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പം ഓരോ ആൾക്കാരെ കയറ്റിയിട്ട് നിറയുന്ന ബസ് പോകും, പിന്നെ അടുത്ത ബസ് വരും. ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ സൗണ്ടോ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുറേ ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് മെയിൻ ഗേറ്റിൽ, അതായത് നമ്മുടെ പാർക്കിംഗ് ചെയ്തിരിക്കുന്ന അടുത്ത് ഇറങ്ങാം. അപ്പം എല്ലാവരും സൂ വന്ന് കാണാൻ നോക്കുക. കുട്ടികളുടെയൊക്കെ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും സൂ വന്ന് കാണാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോയും സുവോളജിക്കൽ പാർക്കിന്റെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങൾ ഇതിന് മുമ്പ് ഈ സൂവിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.